ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം. ഹരി. യുദ്ധാരംഭം. വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരേ യുദ്ധത്തിനായി രജനീചരവീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധവും രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോട് വിൽവാങ്ങിനാൻ. 10 കിരീടവും കൈകളിരുപതും വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർത്ഥേന ഖണ്ഡിച്ച നേരത്ത് രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി ചരിച്ചിടിനാൻ. മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവരന്മാർ ഒക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിയിടുവിൻ കോട്ടയിൽ പുക്കടച്ച് അത്യന്ത ഭീത്യാവസിക്കയല്ലത്ര നാം. ഭേരീ മൃദംഗ ഡക്കാപണവാനക ദാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണാശോഷ്ട ഖരഹരി ശാർദൂല സൈരിഭസ്യന്തന മുഖ്യയാനങ്ങളിൽ ഖഡ്ഗശൂലേഷു ചാപപ്രാസ തോമരമുദ്ഗരയഷ്ടി ശക്തിച്ചുരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ട് അസ്തഭീത്യാചവും യുദ്ധസന്നദ്ധരായുദ്ധ ബുദ്ധിയോട് അബ്ദികൾ ആർദ്രികളൂർവിയും തൽക്ഷണം ഉദ്ധൂതമായത് സത്യലോകത്തോളം വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രദംഷ്ട്രൻ തഥാ ദക്ഷിണദിക്കിലും ദുശ്യവനാരിയാം മേഘനാഥൻ തഥാ പശ്ചിമഗോപുരദ്വാരി പുക്കീടിനാൻ. മിത്രവർഗമാത്യഭൃത്യജനത്തോടും ഉത്തരദ്വാരി പുക്കാൻ ദശവക്ത്രനും നീലനും സേനയും പൂർവദിഗ്ഗോപുരെ ബാലിതനയനും ദക്ഷിണഗോപുരെ വായുതനയനും പശ്ചിമഗോപുരെ മായാമനുഷ്യനാം ആദിനാരായണൻ മിത്രതനെ സൗമിത്രി വിഭീഷണമിത്ര സംയുക്തനായ ഉത്തരദിക്കിലും യുദ്ധമുറപ്പിച്ചു രാഘവരാവണ യുദ്ധം പ്രവൃത്തമായി വന്നു. വിചിത്രമായിരം കോടി മഹാകോടികളോടും 1000 അർബുദം 1000 ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 തൂളികൾ 1000 തോയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോട് കലർന്ന കപീബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം.
പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിയിടിനാ. കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്ത് വിളിച്ചടുക്കും നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കുകയും വെട്ടുകൊണ്ടറ്റ് പിളർന്നു കിടക്കുകയും അസ്ത്രങ്ങൾ, ശസ്ത്രങ്ങൾ, ചക്രങ്ങൾ, ശക്തികൾ, അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികകൾ, ഖഡ്ഗങ്ങൾ, ശൂലങ്ങൾ, കുന്തങ്ങൾ, ഈട്ടികൾ, മുദ്ഗരപന്തികൾ, പിണ്ടിപാലങ്ങളും, തോമരദണ്ഡമുസലങ്ങൾ, യഷ്ടികൾ, ചാമീകരപ്രഭ പൂണ്ട ശതഗ്നികൾ, ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ട് നിഗ്രഹിച്ചീടിനാർ നസ്തഞ്ചരേന്ദ്രരും. ആർത്തിമുഴുത്തു ദശാസനവസ്ഥകൾ പേർത്തും അറിവതിനായി അയച്ചിടിനാൻ. ശാർദൂലനാദിയാം രാത്രിഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നാർ അവരും കവികളായി. മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ച് ഉൾക്കട രോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ട് രാഘവനും കരുണാർദ്രബുദ്ധ്യാ കൊടുത്താൻ അഭയം ദ്രുതം. ചെന്നവരും ശുഖസാരണരെ പോലെ ചൊന്നത് കേട്ട് വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജിഹ്വനുമായി ദശകന്ധരൻ മൈഥിലി വാഴുമിടം പൂക്കാൻ. രാമശിരസും ധനുസുമിതെന്നുടൻ വാമാക്ഷി മുന്നിലാം മാറുവെച്ചിടിനാൻ. ആയോധനെ കൊന്നുകൊണ്ടുപോന്നേനെന്ന് മായയാ നിർമ്മിച്ചു വെച്ചത് കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ധാംഗി വീണ് കിടക്കും ദശാന്തരേ വന്നൊരു രാമദൂതൻ വിരവോട് തന്നെയും കൊണ്ടുപോന്നിടിനാൻ. അന്നേരം വൈദേഹി തന്നോട് ചൊന്നാൾ സരമയും ഖേദമശേഷ കളക നീ, ഖേദം അശേഷം അകലക്കളക നീ, എല്ലാം ചതിയെന്നറിഞ്ഞിടതൊക്കവേ നല്ലവണ്ണം വരും. 4 നാളുള്ളിലില്ലിങ് ഒരു സംശയം കല്യാണദേവതേ വല്ലഭൻ കൊല്ലും ദശാസനെ നിർണയം. യുദ്ധം സരമാസരസവാക്യം കേട്ട് ചിത്തം തെളിഞ്ഞിരുന്നേ അരുളിടിനാൻ. സീതയും മംഗലദേവതാവല്ലഭാജ്ഞാവശാൽ അംഗദൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ. ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിലാ മാറുവെച്ചിടുക വൈകാതെ, യുദ്ധത്തിനാശു പുറപ്പെടുകല്ലെങ്കിൽ അതൽ പൂണ്ടുള്ളിൽ അടച്ചങ്ങിരിക്കലും രാക്ഷസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടുകൂടവേ സംഹരിച്ചിടുവൻ ബാണമേതെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ? ജാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ? നാണം നിനക്കേതുമില്ലയോ മാനസേ? യുദ്ധമധിക്ഷേപവാക്കുകൾ കേട്ട് അതിക്രുദ്ധനായൊരു രാത്രിഞ്ചരവീരനും
വൃത്രാരിപുത്രതനേയനെ കൊല്ലെന്ന് നക്തഞ്ചരാധിപന്മാരോട് ചൊല്ലിനാൻ. ചെന്നു പിടിച്ചാർ നിശാചരവീരരും കുന്നു ചുഴറ്റിയെറിഞ്ഞാൻ കവീന്ദ്രനും. പിന്നെയപ്രാസാദവും തകർത്തിടിനാനെന്ന് കുതിച്ചങ്ങുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ ഉണർത്തിനാൻ അംഗദൻ. പിന്നെ സുഷേണൻ കുമുദൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ മരുൾ സുതൻ എന്നിവരാദിയാം വാനരവീരന്മാർ ചെന്നു ചുഴന്ന് കിടങ്ങും നിരത്തിനാർ. കല്ലും മലയും മരവും ധരിച്ചാശു നില്ലെന്നു പറഞ്ഞെടുക്കുന്നേരം ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമഴുകുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗദകളും ഭിണ്ടിപാലങ്ങളും ഗരജാലവും ചക്രങ്ങളും പരിഘങ്ങളും ഈട്ടികൾ സൂക്രകവചങ്ങളും മറ്റും ഇത്യാദികളായുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് ആയോധനത്തിനടുത്താരക്കരും വാരണനാദവും വാജികൾ നാദവും തേരുകൾ നാദവും ഞാണുലുനാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷയേറും കവികൾ നിന്നാദവും തിങ്ങി മുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും എങ്ങുമിടതൂർന്നു മാറ്റുലി കൊണ്ടുതേ ജംഭാരി മുമ്പാം നിലിംബരും കിന്നരകിം പുരുഷോരക ഗുഹ്യക സംഘവും ഗന്ധർവസിദ്ധ വിദ്യാധരചാരണാദ്യന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം. നാരദനാദികളായ മുനികളും ഘോരമംഗമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഹ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിനാൻ. തുങ്കനാമിന്ദ്രജിത്തേറ്റാൻ അതു നേരമംഗതൻ തന്നോടതിന് കവീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ. മാരുതി തന്നെ വേൽ കൊണ്ട് ചാട്ടിയിടിനാൻ ധീരനാകും ജംബുമാലി നിശാചരൻ. സാരഥി തന്നോടുകൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലേറിനാൻ. മിത്രതനയൻ പ്രഹസ്തനോടേറ്റിതു മിത്രാരിയോട് വിഭീഷണവീരനും നീലൻ നികുംഭനോടേറ്റാൻ തപനനെ കാലപുരത്തിനയച്ചാൻ മഹാഗജൻ. ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടത ലക്ഷ്മീപതിയാൻ രഘുത്തമൻ തന്നോടും ദക്ഷധ്വജാനിധ്വജാദികൾ 10 പേർ തൽക്ഷണേ പോർ ചെയ്ത് പുക്കാർ സുരാലയം. വാനരന്മാർക്ക് ജയം വന്നിതം നേരം ഭാനുവും വാരുതി തന്നിൽ വീണിടിനാൻ. ഇന്ദ്രാത്മജാത്മജനോടേറ്റ് തോറ്റുപോയി ഇന്ദ്രജിത്ത് അംബരാന്തേ മറഞ്ഞിടിനാൻ. നാഗാസ്ത്രമെയ്ത് മോഹിപ്പിച്ച് ദുർഗത രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊന്നൊഴിയാതെ ജയിച്ചേ നിതന്നവൻ വെന്നിപ്പെരുമ്പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ നീവിടിനാൻ. താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും
ഹാഹാ വിഷാദേന ദുഃഖവിഷണ്ണരായി മോഹിതന്മാരായി മരുവും ദശാന്തരേ. സപ്തദ്വീപങ്ങളും സപ്താർണവങ്ങളും സപ്താചലങ്ങളും ഉൽക്ഷോഭമാം വണ്ണം സപ്താശ്വകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനനാശനൻ അബ്ദിതോയം ദ്വിധാപിക്വാ സ്വപക്ഷയുഗ്മുധൂതലോകത്രയത്തോടെ ദ്രുതം നാഗാരി രാമപാദം വണങ്ങിയിടിനാൻ. നാഗാസ്ത്രബന്ധനം തീർന്നത് തൽക്ഷണേ. ആബ്ദിത്തോയം ദ്വിധാഭിത്വാ സ്വപക്ഷയുഗ്മോധൂത ലോകത്രയത്തോടതിദ്രുതം നാഗാരി രാമപാദം വണങ്ങിയിടിനാൻ. നാഗാസ്ത്രബന്ധനം തീർന്നത് തൽക്ഷണേ. ശാഖാമൃഗങ്ങളും അസ്ത്രനിർമുക്തരായി ശോകവും തീർന്നെളിഞ്ഞ് വിളങ്ങിനാർ. ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരന് ബദ്ധസമ്മോദം അനുഗ്രഹം നൽകിനാൻ. കൂപ്പിത്തൊഴുത് അനുവാദവും കൈക്കൊണ്ട് മേൽപോട്ടു പോയി മറഞ്ഞിടിനാൻ. താക്ഷ്യനും മുന്നേതിലും ബലവീര്യവേഗങ്ങൾ പൂണ്ട് ഉന്നതന്മാരാം കവിവരന്മാരെല്ലാം മന്നവൻ തന്നിയോഗേന മരങ്ങളും കുന്നും ശിലയും എടുത്ത് എറിഞ്ഞിടിനാർ. വന്ന ശത്രുക്കളെ കൊന്ന് മമാത്മജന്മന്ദിരം ബുക്കിരിക്കുന്നതിന് മുന്നമേ വന്നാരവരും ഇങ്ങെന്തൊരു വിസ്മയം. നന്നെത്രയുമെന്നേ പറയാവൂ. ചെന്നറിഞ്ഞിടുവിനെന്തൊരു കോഷം ഇതെന്ന് ദശാനനൻ ചൊന്നോരനന്തരം. ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോട് ചൊല്ലിനാർ വൃത്താന്തമുക്തവേ. വീരബലവേഗ വിക്രമം കൈക്കൊണ്ട് സൂര്യാത്മജാതികളായ കപികുലം ഹസ്തങ്ങൾ തോറും ആലാദവും കൈക്കൊണ്ട് ഭിത്തിത്തന്നുത്തമാങ്കത്തിന്മേൽ നിൽക്കുന്നവർ നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെട്ടു കാണുങ്ങൾ എങ്കിലെന്നോർത്തു പറയുകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നത് കേട്ട് ദശാസേനം കോപേന ചൊല്ലിനാൻ. മന്നവന്മാരെയും ഏറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ ധൂമ്രാക്ഷൻ പടയോടു കൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ. യുദ്ധം അനുഗ്രഹം ചെയ്തയച്ചാനതിക്രുദ്ധനാം ധൂമ്രാക്ഷനും നടന്നീടിനാൻ. ഉച്ചസ്ഥരമായ വാദ്യഘോഷത്തോടും പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. മാരുതിയോട് എതിർത്താൻ അവനും ചെന്ന് ദാരുണമായതു യുദ്ധവും എത്രയും. വേലശിവൻ മുഴുകുന്തം ശരാസനം ശൂലം മുസലം പരിഖഗദാദികൾ കൈക്കൊണ്ട് വാരണവാജിരഥങ്ങളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസവീരരും. കല്ലും മരവും മലയുമായി പർവ്വതതുല്യ ശരീരികളായ കവികളും തങ്ങളിലേറ്റു പൊരുതി മരിച്ചത് അങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ. ചോരയും ആറായൊഴുകി പല വഴി ശൂരപ്രവരനാം മാരുതി തൽക്ഷണേ. ഉന്നതമായ ഒരു കുന്നിൻ കൊടുമുടി തന്നെ അടർത്തിയെടുത്തൊന്ന് എറിഞ്ഞിടിനാൻ. തേരിൽ നിന്നാശുകതയും എടുത്തുടൻ പാരിലാം മാറ് ധൂമ്രാക്ഷനും ചാടിനാൻ. തേരും കുതിരകളും പൊടിയായത് മാരുതിക്കുള്ളിൽ
വർദ്ധിച്ചത് കോപവും. രാത്രിഞ്ചരയൊടുക്കി തുടങ്ങിനാൻ ആർത്തി മുഴുത്തത് കണ്ട് ധൂമ്രാക്ഷനും മാരുതിയെ ഗത കൊണ്ടടിച്ചിടിനാൻ. ധീരതയോടതിനാകുലമെന്നിയെ പാരം വളർന്നൊരു കോപവിവശനായി മാരുതി രണ്ടാമതൊന്ന് എറിഞ്ഞിടിനാൻ. ധൂമ്രാക്ഷൻ ഏറുകൊണ്ടുംബർ പുരത്തിങ്കലാമാർ ചെന്ന് സുഖിച്ചു വാണീടിനാൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പുക്കിത് ഘോഷിച്ചിതങ്കനമാർ വിലാപങ്ങളും വൃത്താന്തമാഹന്ത കേട്ടു. ദശാസ്യനും ചിത്തതാപത്തോട് പിന്നെയും ചൊല്ലിനാൻ. വജ്രഹസ്താരി പ്രവരൻ മഹാബലൻ വജ്രദംഷ്ടൻ തന്നെ പോക യുദ്ധത്തിനായി മാനുഷവാനരന്മാരെ ജയിച്ച് അഭിമാനകീർത്തിയാ വരികെന്ന് അയച്ചിടിനാൻ. ദക്ഷിണ ഗോപുരത്തൂടെ പുറപ്പെട്ടു ശക്രാത്മജനോട് എതിർത്തിടിനാൻ. ദുർനിമിത്തങ്ങളുണ്ടായി അത് അനാദൃത്യ ചെന്ന കവികളോടേറ്റു മഹാബലൻ. ശൈലവൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു. മഹാരണി ഖഡ്ഗശസ്ത്രാസ്ത്ര ശക്തിയാദികളേറ്റേറ്റ് മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി. പത്തംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കും നഷ്ടമായി വന്നത്. രക്തനദികൾ ഒലിച്ചു പല വഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ. താരേയനും വജ്രദംഷ്ടനും തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധവും വാളും പറിച്ചുടൻ വജ്രദംഷ്ടൻ ഗളനാളം മുറിച്ചെറിഞ്ഞിടിനാൻ അങ്കദൻ. അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറും അകമ്പനൻ തന്നെയും വൻപടയോടും അയച്ചാനത് നേരം. കമ്പമുണ്ടായത് മേദിനിക്കന്നേരം ദുശ്ശേവനാരി പ്രവരനകമ്പനൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. വായുതനയനോടേറ്റ് അവനും നിജകായം വെടിഞ്ഞു കാലാലയം മേദിനാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകനും പാരം ഭയം പെരുത്തു ദശകണ്ഠനും. സഞ്ചരിച്ചാൻ നിജരാക്ഷസ സേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാനതു നേരം. രാമേശ്വരത്തോട് സേതുവിന്മേലും ആരാമദേശാന്തം സുബേലാചലോപരി വാനരസേന വരുന്നതും കോട്ടകളൂനമായി വന്നതും കണ്ടോരനന്തരം ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികെന്ന് കൽപ്പിച്ച നേരം അവൻ വന്ന് കൂപ്പിനാൻ. നീ അറിഞ്ഞില്ലോ വൃത്താന്തമുക്കവേ നായകന്മാർ പടയ്ക്കാരുമില്ലായകയോ. ചെല്ലുന്ന രാക്ഷസവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങു നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷവാനരന്മാരെ ഒടുക്കുവൻ പോകുന്നതാരെന്നു ചൊൽക്കെന്നു കേട്ടവൻ. പോകുന്നതിന്നു ഞാനെന്ന് കൈകൂപ്പിനാൻ. തന്നുടെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്ന് 4 അംഗപ്പടയും വരുത്തിനാർ. 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനമാം പ്രഹസ്തൻ മഹാരഥൻ കുംഭകനും മഹാനാഥനും ദുർമുഖൻ ജംഭാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ള ഒരു മന്ത്രികൾ 4 പേരും ഇങ്ങനെ പടയോടും നടന്നിതു. ദുർനിമിത്തങ്ങളുണ്ടായത് കണ്ടവർ തന്നകതാരിൽ ഉറച്ചു സന്നദ്ധരായി പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു പാവകപുത്രനോടേറ്റോരനന്തരം. മാർക്കടന്മാർ ശിലാവൃക്ഷാചനം കൊണ്ട് രക്ഷോഗണത്തെ ഒടുക്കി തുടങ്ങിനാർ. ചക്ര ഖഡ്ഗപ്രാസ ശക്തി ശസ്ത്രാസ്ത്രങ്ങൾ
മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തേവരന്മാരും അശ്വങ്ങളും ചത്തുരക്തം നദികളായൊക്കെ ഒലിക്കുന്നു. അംഭോജ സംഭവ നന്ദനൻ ജാമ്പവാൻ കുംഭനുവിനെയും ദുർമുഖനെയും കൊന്ന് മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസന്മാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്ത് കാലപുരിപൂക്കിരുന്ന് അരുളിയിടിനാൻ. സേനാപതിയും പടയും മരിച്ചത് മാനിയാം രാവണൻ കേട്ട് കോപാന്ധനായി. യുദ്ധത്തിന് രാവണന്റെ പുറപ്പാട്. ആരെയും പോരിനയക്കുന്നതില്ലിനി നേരെ പൊരുത് ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോട് കൂടെയുള്ളവர்கள் പൂന്നിയിടുക നമ്മുടെ പേരും വരുത്തുകന്നാനവൻ. വെൺമതി പോലെ കുടയും പിടിപ്പിച്ച് പൊന്മയമായൊരു തേരിൽ കരയേറിനാൻ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാജികളെ കൊണ്ടു പൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി. മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാമാഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരാജന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കി തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തൂടെ ദരിതരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭുവി കണ്ട് രഘുവരൻ മന്ദസ്മിതം ചെയ്ത് നേത്രാന്ത സംജയ മന്ദം വിഭീഷണൻ തന്നോട് അരുൾ ചെയ്തു. നല്ല വീരന്മാർ വരുന്നത് കാണടോ, ചൊല്ലേണമെന്നോടിവേ ഇവരെ യഥാഗുണം എന്നത് കേട്ടു വിഭീഷണൻ. രാഘവൻ തന്നോട് മന്ദസ്മിതം ചെയ്ത് ചൊല്ലിനാൻ. ബാണചാപത്തോട് ബാലാർക്കകാന്തി പൂണ്ടാന കഴുത്തിൽ വരുന്നത് ആകമ്പനൻ. സിംഹധ്വജം പൂണ്ട തേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണചാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ. നമ്മേ മുന്നം ജയിച്ചാനവൻ. ആയോധനത്തിന് ബാണചാപങ്ങൾ പൂണ്ടായുധമായൊരു തേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം പൂണ്ടതികായൻ വരുന്നത് രാവണൻ തന്മകൻ. പൊന്നണിഞ്ഞ് ആനക്കഴുത്തിൽ വരുന്നവൻ ഉന്നതനേറ്റം മഹോദരൻ മന്നവ. വാജിമേലേറിപ്പരിഖം തിരിപ്പവനാജി ശൂരേന്ദ്രൻ വിശാലൻ നരാന്തകൻ. വാജിമേലേറിപ്പരിഖം തിരിപ്പവൻ ആജിശൂരേന്ദ്രൻ വിശാലൻ നരാന്തകൻ. വെള്ളമരുതിൻ മുകളേറി ത്രിശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസല്ലോ രാവണൻ തന്മകൻ മറ്റേതിനങ്ങേത്. ദേവാന്തകൻ തേരിൽ വന്നത് മന്നവ. കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പി നികുംഭൻ പരിഖായുധനല്ലോ. ദേവകുലാന്തകനാകിയ രാവണൻ ഏവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. ഇത്തം വിഭീഷണൻ ചൊന്നത് കേട്ടതിനുത്തരം രാഘവൻ താനും അരുൾ ചെയ്തു. യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവൻ ഇന്ന് ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളും നേരം വന്ന പടയോട് ചൊന്നാൻ ദശാസ്യനും.
എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവർ ചെല്ലുമകത്ത് കടന്നൊരു ഭാഗമേ പാർത്ത് ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളും നിങ്ങൾ ചെന്ന് ലങ്കാപുരം. യുദ്ധത്തിനിന്ന് ഞാൻ പോരും ഇവരോട്, ശക്തിയില്ലായ്കയുമില്ല ഇതിന്നേതുമേ. ഏവം നിയോഗിച്ച നേരം നിശാചരരേവരും ചെന്ന് ലങ്കാപുരം മേവിനാർ. വൃന്ദാരകാരാതി രാവണൻ വാനരവൃന്ദത്തെ ഇതെയ്ത് തള്ളിവിട്ടീടിനാൻ. വാനരേന്ദ്രന്മാരഭയം തരികെന്ന് മാനവേന്ദ്രൻ കാൽക്കൽ വീണ് ഇരനീടിനാർ. വില്ലും ശരങ്ങളും ആശു കൈക്കൊണ്ട് കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ. വൻപനായുള്ളോരിവനോടും പോരിനു മുമ്പിൽ അടിയൻ അനുഗ്രഹം നൽകണം എന്ന് സൗമിത്രിയും ചെന്നിരന്നിടിനാൻ. മന്നവൻ താനും അരുൾ ചെയ്ത് തന്നേരം വൃത്രാരിയും പോരിൽ വിത്രസ്തനായി വരും. നക്തഞ്ചരനോട് ഏറ്റാൽ അറിക നീ, മായയുമുണ്ട് നിശാചരർക്കേറ്റവും ന്യായവുമില്ലിവർക്കാർക്കും ഒരിക്കലും. ചന്ദ്രചൂടപ്രിയനാകുകയുമുണ്ടിവൻ, ചന്ദ്രഹാസാഖ്യമാം വാളുമുണ്ടായുധം. എല്ലാം നിരൂപിച്ച് ചിത്തമുറപ്പിച്ച് ചെല്ലണമല്ലോ കലഹത്തിനെന്നെല്ലാം ശിക്ഷിച്ച് അരുൾ ചെയ്തയച്ചോരനന്തരം. ലക്ഷ്മണനും തൊഴുതാശുവിൽ വാങ്ങിനാൻ. ജാനകി ചോരനെ കണ്ടു ഒരു നേരത്ത് വാരൻ നരനായകനാകിയ മാരുതി തേർത്തടം തന്നിൽ കുതിച്ചു വീണിടിനാനാർത്തനായി വന്നു നിശാചരനാഥനും. ദക്ഷിണഹസ്തവും ഓങ്ങിപ്പറഞ്ഞത് രക്ഷോവരനോട് മാരുതപുത്രനും. നിർജരന്മാരെയും താപസന്മാരെയും സജ്ജനമായും മറ്റുള്ള ജനത്തെയും നിത്യമുപദ്രവിക്കുന്ന നിനക്ക് വന്നെത്തും ആപത്ത് കവികുലത്താലടൂ. നിന്നെ അടിച്ചു കൊൽവാൻ വന്നു നിൽക്കുന്നവരെന്നെ ഒഴിച്ചുകൊൾ വീരനെന്നാകിൽ നീ. വിക്രമമേറിയ നിന്നുടെ പുത്രനാം അക്ഷകുമാരനെ കൊന്നത് ഞാനെടൂ എന്നു പറഞ്ഞൊന്നടിച്ചാൻ. കവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ. ദശകണ്ഠനും പിന്നെ ഉണർന്നു ചൊന്നാൻ, ഇവിടേക്കെന്ന് കവികളിൽ നല്ലനല്ലോ ഭവാൻ. നന്മ എന്തായത് എനിക്കിന്നിതുകൊണ്ട്, നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവനും മൃത്യു വരാതെ ജീവിപ്പവനില്ലല്ലോ. മൃത്യു വന്നീല നിനക്കതുകൊണ്ട് ഞാൻ എത്രയും ദുർബലനെന്ന് വന്നു. നമ്മിലിത്തിരി നേരം ഇന്ന് പൊരുതീടണം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ. പിന്നെ മോഹിച്ചു വീണാൻ കപി ശ്രേഷ്ഠനും. നീലനേരം കുതികൊണ്ട് രാവണൻ മേലെ കരേറി. കിരീടങ്ങൾ 10 വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോട് മാകൂടങ്ങൾ 10 ചാടിക്രമേണ നൃത്തം തുടങ്ങിയിടിനാൻ. പാടിത്തുടങ്ങിനാൻ നാരദനും തഥാ. പാവകാസ്ത്രം കൊണ്ട് പാവകപുത്രനെ രാവണനെ തുടൻ തള്ളിവിട്ടിയിടിനാൻ. തൽക്ഷണേ കോപിച്ച് ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താനത് നേരം ബാണഗണത്തെ വർഷിച്ച് ഇരുവരും കാണരുതാതെ ചമഞ്ഞത് പോർക്കളം. വില്ലു മുറിച്ചു കളഞ്ഞത് ലക്ഷ്മണൻ അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും. പിന്നെ മയൻ കൊടുത്തു ഒരു വേൽ സൗമിത്രി തന്നോട് മാറി ചാട്ടിയിടിനാൻ. അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കരുതാഞ്ഞ് സൗമിത്രിയും ശക്തിയേറ്റാശു വീണീടിനാൻ. ആടലായി വീണകുമാരനെ ചെന്നെടുത്തിടുവാനാശു ഭാവിച്ചു ദശാനനൻ.
കൈലാസ ശൈലമെടുത്ത ദശാസ്യനു ബാലശരീരം ഇളക്കരുതാഞ്ഞിതു. രാഘവൻ തന്നോട് ശൗര്യമോർത്ത് അതിലാഘവം പൂണ്ടിത് രാവണവീരരും. കണ്ടു നിൽക്കുന്ന ഒരു മാരുതപുത്രനും മണ്ടിയാണെന്നടിച്ചാൻ ദശാസ്യനെ. ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ. മാരുതിദാനും കുമാരനെ തൽക്ഷണേ പുഷ്പസമാനം എടുത്തുകൊണ്ടാതിരാൽ ചിൽപുരുഷൻ മുൻപിൽ വെച്ചു വണങ്ങിനാൻ. മാറും പിരിഞ്ഞു ദശമുഖൻ കയ്യിലാ മാറുപുക്കു മയദ്ദത്തമാം ശക്തിയും ത്രൈലോക്യനായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിയിടിനാൻ. ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ, പങ്ക്തിമുഖനോട് യുദ്ധത്തിനെന്നുടെ കണ്ഠമേറിക്കൊണ്ട് നിന്നരുളിക്കൊള്ളുക. കുണ്ഠതയെന്നിയെ കൊൽക ദശാസ്യനേ. മാരുതി ചൊന്നത് കേട്ട് രഘുത്തമൻ ആരുഹ്യാതൽ കണ്ഠദേശേ വിളങ്ങിനാൻ. ചൊന്നാൻ ദശാനനൻ തന്നോട്, രാഘവൻ നിന്നെ അടുത്ത് കാണുവാൻ കൊതിച്ചേൻ തുലും. ഇന്നതിനാശു യോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോട് കൂടെ വന്നോരെയും കൊന്ന് ജഗത്രയം പാലിച്ചു കൊള്ളുവൻ എന്നുടെ മുന്നില രക്ഷണം നില്ല നീ എന്നരുൾ ചെയ്ത് ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്നിനൊന്നൊപ്പമിതാൻ. ദശവക്രനും ഘോരമായി വന്നത് പോരുമന്നേരത്ത് വാരാനിധിയും ഇളകിമറിയുന്നു. മാരുതി തന്നെ മെയ്തു മുറിച്ചതു ശൂരനായൊരു നിശാചരനായകൻ. ശ്രീരാമദേവനും കോപം മുഴുത്ത് അതിധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം രക്ഷോഭരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം. ആലസ്യമായത് ബാണമേറ്റ നേരം പൗലസ്ത്യചാപവും വീണിത് ഭൂതലേ. നക്തഞ്ചരാധിപനായ ദശാസ്യന ശക്തി ക്ഷയം കണ്ട് സത്വരൻ രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരികിരീടങ്ങളും കളഞ്ഞിടിനാൻ. സാരഥി തന്നെയും കൊന്നുകളഞ്ഞളവ് ആരൂഢതാവേന നിന്നു ദശാസ്യനും രാമനും. രാവണൻ തന്നോടരുൾ ചെയ്താൻ, ആമയം പാരം നിനക്കുണ്ട് മാനസേ. പോയാലും എന്ന് ഭയപ്പെടായേതുമേ നീ ലങ്കയിൽ ചെന്ന് അങ്ങിരുന്നാലും. ആയുധവാഹനത്തോടൊരുമ്പെട്ടുകൊണ്ടായോധനത്തിന് നാളെ വരണം നീ. കാകുൽ വാക്കുകൾ കേട്ട് ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ. രാഘവാസ്ത്രം തുടരുന്നുണ്ടെന്ന് ആകുലം പൂണ്ട് തിരിഞ്ഞു നോക്കി തുലം വേപതുഗാത്രനായി മന്ദിരം പ്രാപിച്ച് താപമുണ്ടായത് ചിന്തിച്ച് ദേവിനാ. സാരഥി തന്നെയും കൊന്നുകളഞ്ഞളവ് ആരൂഢതാവേന നിന്നു ദശാസ്യനും രാമനും. രാവണൻ തന്നോട് അരുൾ ചെയ്താൻ, ആമയം പാരം നിനക്കൊണ്ടു മാനസേ. പോയാലും ഇന്ന് ഭയപ്പെടായികേതുമേ നീ ഇനി ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും. ആയുധവാഹനത്തോടൊരുമ്പെട്ടുകൊണ്ട് ആയോധനത്തിന് നാളെ വരയണം നീ.
കാകുൽസ്ഥവാക്കുകൾ കേട്ട് ഭയപ്പെട്ട് വേഗത്തിലങ്ങു നടന്നു ദശാനനൻ. രാഘവാസ്ത്രം തുടർന്നുണ്ടെന്ന് രാകുലം പൂണ്ട് തിരിഞ്ഞു നോക്കി തുലും വേപതൂഗാത്രനായി മന്ദിരം പ്രാപിച്ച് താപമുണ്ടായത് ചിന്തിച്ചു മേവിനാൻ. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാം മർക്കാത്മജനെയും രാവണ ബാണവിദാരിതന്മാരായ പാവകപുത്രാദിവാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ട് രക്ഷിച്ച് തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരി ഓം ഹരി ഹരി ഓം ഹരി ഹരി ഓം ഹരി ഹരി ഓം ഹരി ഓം ഹരി ഹരി ഓം ഹരി ഹരി ഓം ഹരി ഹരി.